എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫറ അഷ്റഫ്, ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പീച്ച് തെറപ്പിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല മാതാപിതാക്കളും ഇത് സമയം കൊണ്ട് ശരിയാകും എന്ന് കരുതി നീട്ടിക്കൊണ്ടുപോകുന്ന, പക്ഷേ കുഞ്ഞിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കാവുന്ന ഒരു അതീവ ഗൗരവമുള്ള വിഷയമാണ് കുട്ടികളിലെ മൈൽസ്റ്റോൺസ് ഡിലേ അഥവാ ഡെവലപ്മെൻ്റൽ ഡിലേ. കുട്ടികളുടെ വളർച്ച ഒരു നേരെ വരച്ച വര പോലെയല്ല. ഓരോ കുഞ്ഞും വ്യത്യസ്തമാണ് എന്നത് സത്യമാണെങ്കിലും ചില പ്രധാന വളർച്ചാഘട്ടങ്ങൾ വ്യക്തമായി വൈകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സൂചനയാണ്. അതുകൊണ്ടു തന്നെ മൈൽസ്റ്റോൺസ് ഡിലേ എന്ന വിഷയം പല വീടുകളിലും ശബ്ദമില്ലാതെ, ആരും തുറന്നു സംസാരിക്കാതെ പതുക്കെ അവഗണിക്കപ്പെടുന്ന ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കാൻ വൈകുന്നുണ്ടോ? ഇതുവരെ വ്യക്തമായ വാക്കുകൾ പറയാത്തതോ? പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്നതോ? കണ്ണിൽ കണ്ണ് നോക്കുന്നത് വളരെ കുറവായതോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നടക്കാൻ വൈകുക, മറ്റു കുട്ടികളെ പോലെ കളിക്കാതിരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുക, ആംഗ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവൻ എല്ലാം മനസ്സിലാക്കും പക്ഷേ പറയില്ല എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞ് ആശ്വസിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ഇത് വെറും മടിയെന്നോ ആൺകുട്ടിയല്ലേ പെൺകുട്ടിയല്ലേ എന്നോ പറഞ്ഞ് അവഗണിക്കരുത്. പല മാതാപിതാക്കളും ഈ ഘട്ടത്തിൽ കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ നോർമലാണ്, അച്ഛനും വൈകിയാണ് സംസാരിച്ചത്, ഇപ്പോൾ കുട്ടികൾ എല്ലാം മൊബൈൽ കണ്ടാണ് വളരുന്നത്, സ്കൂളിൽ പോയാൽ ശരിയാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും നല്ല ഉദ്ദേശത്തോടെ തന്നെ പറയുന്ന ഈ വാക്കുകൾ മാതാപിതാക്കളെ താൽക്കാലികമായി ശാന്തരാക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തത്തോടെ പറയട്ടെ, എല്ലാ ഡിലേയും നോർമലല്ല. എല്ലാ കുഞ്ഞും സ്വന്തം സമയത്ത് വളരും എന്നത് സത്യമാണെങ്കിലും മൈൽസ്റ്റോൺസ് ഡിലേ ഒരു മുന്നറിയിപ്പായിരിക്കാം. അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് കുഞ്ഞിനോടുള്ള ഏറ്റവും വലിയ അനീതിയാകാം. മൈൽസ്റ്റോൺസ് എന്ന് പറയുന്നത് കുഞ്ഞ് വളരുന്ന ഓരോ ഘട്ടത്തിലും കൈവരിക്കേണ്ട ചില അടിസ്ഥാന കഴിവുകളാണ്. സംസാരിക്കൽ, കേൾക്കൽ, കണ്ണിൽ കണ്ണ് നോക്കൽ, കളി, അനുകരണം, നടക്കൽ, ഇരിക്കൽ, സാമൂഹിക ഇടപെടൽ, വികാരങ്ങൾ പ്രകടിപ്പിക്കൽ എന്നിവ.
ഈ മേഖലകളിൽ ഒന്നോ അതിലധികമോ മേഖലകളിൽ സ്ഥിരമായ വൈകിപ്പിക്ക് കാണുമ്പോൾ അതിനെ ഡെവലപ്മെൻ്റൽ ഡിലേ എന്ന് കണക്കാക്കാം. ഇത് മടിയല്ല, പിടിവാശിയല്ല, മാതാപിതാക്കളുടെ പരാജയവുമല്ല. ഇത് കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മൈൽസ്റ്റോൺസ് ഡിലേ ഉള്ള കുട്ടികൾ പലപ്പോഴും പ്രശ്നക്കാരൻ എന്ന ലേബൽ കിട്ടും. ഇവൻ കേൾക്കില്ല, ഇവൻ ശ്രദ്ധിക്കില്ല, ഇവന് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്നിങ്ങനെ പറയപ്പെടും. പക്ഷേ കുഞ്ഞ് ചെയ്യാത്തതല്ല പ്രശ്നം, ചെയ്യാൻ കഴിയാത്തതാണ് പ്രശ്നം. കുഞ്ഞിൻ്റെ ബ്രെയിനിൽ നിന്ന് ആവശ്യമായ ചില കഴിവുകൾ ഇതുവരെ വികസിച്ചിട്ടില്ല എന്നതാണ് പലപ്പോഴും യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കൂവിക്കൊണ്ട് പറയുക, ശാസിക്കുക, ബലമായി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക, ഇതൊന്നും മൈൽസ്റ്റോൺസ് ഡിലേ പരിഹരിക്കില്ല. മറിച്ച് കുഞ്ഞിൻ്റെ ഉള്ളിലെ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും മാത്രമേ വർദ്ധിപ്പിക്കൂ. മൈൽസ്റ്റോൺസ് ഡിലേ പല കാരണങ്ങളാൽ ഉണ്ടാകാം. ചിലപ്പോൾ കേൾവിയിലോ കാഴ്ചയിലോ ഉള്ള പ്രശ്നങ്ങൾ, പ്രീമെച്വർ ബർത്ത്, ജനിതക ഘടകങ്ങൾ, നാഡീ വ്യവസ്ഥയുടെ വളർച്ചയിലെ വ്യത്യാസങ്ങൾ എന്നിവ കാരണമാവാം. ചില കുട്ടികളിൽ ഓട്ടിസം, ADHD, ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ പോലുള്ള അവസ്ഥകളുടെ ഭാഗമായും ഇത് കാണാം. ചിലപ്പോൾ അമിതമായ സ്ക്രീൻ എക്സ്പോഷർ, ആളുകളുമായുള്ള ഇടപെടൽ കുറവ്, കളിയുടെ അഭാവം, ഇമോഷണൽ നെഗ്ലക്റ്റ് എന്നിവയും ഡിലേയെ കൂടുതൽ ശക്തമാക്കാം. ഇതൊന്നും മാതാപിതാക്കളുടെ കുറ്റമല്ല, കുഞ്ഞിൻ്റെ കുറ്റവുമല്ല. പക്ഷേ ഇത് തിരിച്ചറിയാതെ പോകുന്നത്, നോക്കാം എന്ന് നീട്ടുന്നത് അപകടകരമാണ്. പല മാതാപിതാക്കളും മൈൽസ്റ്റോൺസ് ഡിലേ ശ്രദ്ധിച്ചിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. ഇപ്പോൾ ചെറുതല്ലേ, ഇനിയും സമയമുണ്ടല്ലോ, അവനെ പേടിപ്പിക്കണ്ട എന്ന ചിന്തകൾ സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയട്ടെ, കുഞ്ഞിൻ്റെ ആദ്യകാലങ്ങളിലാണ് ബ്രെയിൻ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിരിക്കുക. ആ സമയത്ത് ശരിയായ ഇടപെടൽ അഥവാ ആവശ്യമായ ചികിത്സയും മാർഗനിർദ്ദേശവും ലഭിച്ചാൽ കുഞ്ഞിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഏർലി ഇൻ്റർവെൻഷൻ ഒരു ആഡംബരമല്ല, അത് കുഞ്ഞിൻ്റെ അവകാശമാണ്. അത് പണം ഉള്ളവർക്കുള്ള ഒരു സൗകര്യമല്ല, മരുന്ന് കൊടുക്കുന്ന ചികിത്സ മാത്രവുമല്ല. ഇവിടെയാണ് പ്രത്യേകമായി പരിശീലനം നേടിയ ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ഡെവലപ്മെൻ്റൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവരുടെ പ്രാധാന്യം. മൈൽസ്റ്റോൺസ്
ഡിലേ കാലം കഴിഞ്ഞാൽ മാറും എന്ന് കരുതി വിട്ടുകളയേണ്ട ഒരു അവസ്ഥയല്ല. ശരിയായ ഡെവലപ്മെൻ്റൽ അസസ്മെൻറ്റ്, വ്യക്തിഗത തെറാപ്പി പ്ലാൻ, മാതാപിതാക്കൾക്കുള്ള ട്രെയിനിങ്, ഇതൊക്കെയാണ് ഈ പ്രശ്നം വേരോടെ പരിഹരിക്കുന്നത്. പ്ലേ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ, ബിഹേവിയറൽ സ്ട്രാറ്റജിക്കൽ ഇവയെല്ലാം ചേർന്നാൽ കുഞ്ഞിൻ്റെ കഴിവുകൾ പതുക്കെ വളരും. മാതാപിതാക്കളുടെ പങ്കാളിത്തമില്ലാതെ ഒരു തെറാപ്പിയും പൂർണ്ണമായി ഫലപ്രദമാകില്ല എന്നതും നമ്മൾ ഓർക്കണം. ഒരു കാര്യം ഞാൻ വളരെ ശക്തമായി പറയണം. മൈൽസ്റ്റോൺസ് ഡിലേ ശരിയായി തിരിച്ചറിയാതെയും ഇടപെടൽ വൈകിപ്പിച്ചും പോയാൽ അത് കുഞ്ഞിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കാം. ഇന്ന് അവൻ ഒരു സ്ലോ ആണ് എന്ന് നമ്മൾ പറയുന്ന കുഞ്ഞ് നാളെ പഠനബുദ്ധിമുട്ടുള്ള ഒരു സ്കൂൾ കുട്ടിയായി മാറാം. അവിടെ നിന്ന് ആത്മവിശ്വാസക്കുറവ്, സാമൂഹിക പിന്മാറ്റം, ഉത്കണ്ഠ, പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നിവ കൗമാരത്തിലേക്കും മുതിർന്ന ജീവിതത്തിലേക്കും തുടരാൻ സാധ്യതയുണ്ട്. പല മുതിർന്നവരും ഇന്ന് തെറാപ്പിയിൽ എത്തുന്നു. എനിക്ക് കുട്ടിക്കാലം മുതൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. അവർ പറഞ്ഞതാണ്. മാതാപിതാക്കളെ, മൈൽസ്റ്റോൺസ് ഡിലേ ഉള്ള കുഞ്ഞ് ലേസി അല്ല, സ്റ്റബോൺ അല്ല, സ്പോയിൽഡ് അല്ല. അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് സഹായം വേണം. ശിക്ഷ വേണ്ട സമയത്ത് സപ്പോർട്ട് ആണ് മരുന്ന്. താരതമ്യം അല്ല, മനസ്സിലാക്കലാണ് ആവശ്യം. ഹെൽപ്പ് തേടുന്നത് ദൗർബല്യമല്ല. പ്രത്യേക പരിശീലനം നേടിയ ഒരു പ്രൊഫഷണലിനെ സമീപിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനുള്ള ഏറ്റവും വലിയ സ്നേഹ പ്രകടനമാണ്. അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്. മൈൽസ്റ്റോൺസ് ഡിലേ നിങ്ങളുടെ പരാജയമല്ല, പക്ഷേ അത് കാണാതെ പോകുന്നത്, ചെറുതാക്കുന്നത്, ഇപ്പോൾ വേണ്ട എന്ന് വൈകിപ്പിക്കുന്നത്, അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ സാധ്യതകളെ കുറച്ചേക്കാം. ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ജാഗ്രതയാണ് നാളെയുടെ ആത്മവിശ്വാസമുള്ള, സ്വതന്ത്രമായ, പ്രവർത്തനക്ഷമമായ അഡൾട്ട്ഹുഡ് നിർമ്മിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് തൻ്റെ മുഴുവൻ കഴിവുകളിലേക്കും എത്താൻ അവസരം ലഭിക്കട്ടെ. നന്ദി.